എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 16 വയസ്സിൽ അമ്മയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ആരും അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ച ഒരു രഹസ്യം, പക്ഷെ ലോകം മുഴുവൻ അറിഞ്ഞ് ഞെട്ടിയ ഒരു സത്യം. അവളുടെ പേര് മീര. 16 വയസ്സുകാരിയായ നിറയെ ചിരിയും കുസൃതിയുമുള്ള ഒരു മിടുക്കി. സ്കൂളും പുസ്തകങ്ങളും കൂട്ടുകാരായിരുന്നു അവളുടെ ലോകം. ഒരു സാധാരണ പെൺകുട്ടിയുടെ എല്ലാ സ്വപ്നങ്ങളും അവൾക്കുണ്ടായിരുന്നു. പക്ഷെ വിധി അവൾക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ അത് അവളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു വൈകുന്നേരം വഴിയിൽ വെച്ചിട്ട് അപകടത്തിൽപ്പെട്ട ഒരു നായക്കുട്ടിയെ കണ്ടപ്പോൾ മീരയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അതിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് കൂടെ വന്ന ഒരാൾ അവളുടെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു. അവിടെ വെച്ച് ഒരു നന്മയുടെ പുറകെ പോയ അവളെ കാത്തിരുന്നത് ഒരു വലിയ ദുരന്തമായിരുന്നു. പേടിയും ഞെട്ടലും കാരണം ആരും അറിയാതെ ആ ദുരന്തം അവൾ ഉള്ളിലൊതുക്കി. അവൾക്കത് ആരോടും പറയാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മീരയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വയറു വീർത്തു. അവൾക്കപ്പോഴും വലിയ ക്ഷീണമായിരുന്നു. അമ്മ കാര്യം തിരക്കിയപ്പോഴൊക്കെ മീര ഒഴിഞ്ഞു മാറി. പക്ഷെ ഒരു ദിവസം അവശയായിരുന്ന മീരയെ അമ്മ നിർബന്ധിച്ച് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ട് ആ അമ്മ തളർന്നുപോയി. അവരുടെ 16 വയസ്സുകാരിയായ മകള് ഗർഭിണിയാണ്. ആ വാർത്ത കേട്ട് അവൾ തരിച്ചിരുന്നു പോയി. സ്വന്തം മകൾക്ക് സംഭവിച്ച ദുരന്തം ഒരു ദുസ്വപ്നം പോലെ അവരെ വേട്ടയാടി. ആരും അറിയാതെ ഈ രഹസ്യം കാത്തു സൂക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. കാലം മുന്നോട്ട് പോയി. ആരും അറിയാതെ ആ വീട്ടിൽ ഒരു കുഞ്ഞ് പിറന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ മീരയുടെ വേദനകൾക്ക് ഒരാശ്വാസമായിരുന്നു. പക്ഷെ ആ രഹസ്യം അധിക നാൾ രഹസ്യമാക്കി വെക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അയൽപക്കത്തെ വീട്ടുകാർ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. 16 വയസ്സിൽ മീര അമ്മയായ വാർത്ത കാട്ടുതീ പോലെ നാട് മുഴുവൻ പരന്നു. ആളുകൾ ചോദ്യങ്ങളുമായിട്ട് അവരെ തേടിയെത്തി. ആരാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന ചോദ്യം ആ അമ്മയുടെയും മകളുടെയും നെഞ്ചിൽ ഒരു കനലായിട്ട് വീണു. നാട്ടുകാരുടെ കുത്തുവാക്കുകൾക്കും അപമാനങ്ങൾക്കും മുന്നിൽ അവർ തളർന്നില്ല. ഒരു സിംഹിയെ പോലെ ആ അമ്മ മകൾക്കും കൊച്ചുമകൾക്കും വേണ്ടി പോരാടി. അവർ മീരയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി നൽകി. സംഭവിച്ചതെല്ലാം മീര പോലീസിനോട് തുറന്നു പറഞ്ഞു. പോലീസ് അന്വേഷണം തുടങ്ങി. എന്നാൽ ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ സത്യം നാടിനെ മാത്രമല്ല, കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചു. ആ ദുരന്തത്തിന് കാരണക്കാരൻ മീരയുടെ സ്വന്തം അമ്മാവൻ തന്നെയായിരുന്നു. സ്വന്തം വീട്ടിൽ സുരക്ഷിതയാണെന്ന് വിശ്വസിച്ച ഒരു പെൺകുട്ടിയെ അവളുടെ കുടുംബത്തിലെ ഒരാൾ തന്നെ ഇല്ലാതാക്കി. ഈ സത്യം പുറത്തറിഞ്ഞപ്പോൾ നാട് മുഴുവൻ മീരയുടെ കൂടെ നിന്നു. ഇരയെന്ന് മുദ്രകുത്തി ഒറ്റപ്പെടുത്തിയ സമൂഹം അവളൊരു അതിജീവിതയാണെന്ന് തിരിച്ചറിഞ്ഞു. പേടിച്ചൊളിച്ച് താമസിക്കേണ്ടി വന്ന മീര ധൈര്യശാലിയായി തലയുയർത്തി നിന്നു. അവൾ സ്വന്തം കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്ക് ആ ദുരന്തത്തേക്കാൾ വലിയൊരു തിളക്കമുണ്ടായി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമുക്ക് നമസ്കാരം.